അമ്മ ഇങ്ങോട്ടൊന്ന് വരാവോ അമ്മേ? എന്തിനാ? ഞാനിവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുക. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പൊക്കോ. എന്തിനാന്നോ? എന്താവാ? എനിക്ക് ഫാൻ ഒന്നിട്ട് തരാമോ അമ്മേ? അതിന് പോലും കഴിയത്തില്ല നിനക്കല്ലേ? കഷ്ടമുണ്ടോ അമ്മ? അമ്മ എന്തായാലും ഇവിടം വരെ വന്നില്ല, ഒന്നിട്ട് വന്ന്. എൻ്റെ കയ്യിൽ നിന്നൊന്നും മേടിക്കരുത് കേട്ടോ. നേരം വെളുക്കുന്നുണ്ടെന്നെ പശവെ ചൊട്ടിച്ച് പോലെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കയറി ഇരുന്നത് ഫോണിൽ തോണ്ടാൻ തുടങ്ങും. എന്നാൽ അമ്മ കിടന്ന് ജോലി ചെയ്യുക, എന്നാൽ അമ്മയെ സഹായിക്കാം. അയ്യോ, ഇങ്ങനെ ഓരോരോ ജന്മങ്ങൾ. എന്തൊരു ദൂരത്തിലോ സ്വിച്ച് ബോർഡ്. ഈശ്വരാ, എന്തെങ്കിലും ഒരു സാധനം മേശപ്പുറത്തോട്ട് വെക്കണമെങ്കിൽ എന്തെല്ലാം ഒതുക്കി പെറുക്കി വെക്കണം. അപ്പോൾ എന്തോ സാധനം എടുത്താലും അതല്ലേ ഈ മേശപ്പുറത്തോട്ട് എടുത്ത് നിരത്തും. ഇതൊക്കെ എന്തൊന്നാണോ? ഡി, നിനക്ക് ആവശ്യമുള്ളതെന്ന് ഇതെല്ലാം എടുത്ത് വയ്യ. ഇല്ല, ഞാൻ ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ വേസ്റ്റിനകത്തിനും പറഞ്ഞേക്കാം. അമ്മയെ കൊണ്ടിട്ട് പോകണം. കൊണ്ട് വെക്കണമെങ്കിൽ അതിങ്ങോട്ട് തായിനി. എന്തിനാടി കൊച്ചേ ഈ ആവശ്യമില്ലാത്ത സാധനം എല്ലാം മേടിച്ച് പൈസ കളയുന്നത്? അത് ആവശ്യമില്ലാത്തൊന്നും അല്ല. എൻ്റെ തലയിലടിക്കുന്ന സ്പ്രേ. തലയിലടിക്കുന്ന സ്പ്രേയോ? ആഴ്ച 2 ദിവസമേ അവള് തല നനയ്ക്കത്തുള്ളൂ. ഇനിയും സ്പ്രേ അടിച്ചാൽ നടക്കുക. അതാ നിനക്കൊക്കെ നല്ലത്. ഇത് അങ്ങനത്തെ സ്പ്രേ ഒന്നും അല്ല. കാച്ചെണ്ണയ്ക്ക് പകരം യൂസ് ചെയ്യുന്നതാ, ആയുർവേദിക്ക. ഇത് കുളി കഴിഞ്ഞിട്ട് തല തോർത്ത് കഴിയുമ്പോൾ തലയിലോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ തടവി കൊടുത്താൽ മതി. എന്തൊരു അത്യാവശ്യം നോക്കിക്കോണേ സ്പ്രേ. അമ്മയ്ക്ക് അറിയാൻ മേലഞ്ഞിട്ട് അമ്മേ, ഈ എണ്ണ തേക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളും വരത്തില്ല ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ തന്നെ എണ്ണ തേക്കുന്നതിന് എന്തോ പ്രശ്നം വരാനാ? ഒരു പ്രശ്നവും ഇല്ലേ. ദിവസം എണ്ണ വെച്ച് കുളിക്കുന്ന നമ്മുടെ തലയണ കവറിൻ്റെ കളർ നിന്നാ ഒരുമാതിരി മുഷിൻ എണ്ണപ്പാടും പിടിച്ചിരിക്കുമല്ലേ. വേണ്ടത് അങ്ങോട്ട് നോക്കിയേ. ദിവസം ചാരി ഇരുന്ന് സീറ്റിൽ കാണുന്ന സ്ഥലത്തെ ഭിത്തിയുടെ കളർ നിന്നാ കണ്ട ചെളി പിടിച്ച പോലെ ഇരിക്കുന്നത്. ഇതൊക്കെ തന്നെ, ഇതൊന്നും ഉണ്ടാകത്തില്ലെന്നാ പറഞ്ഞത്. കൂടാതെ ഡ്രൈനസ് പോവും, താരം പോവും, മുടി ഒഴിച്ചിൽ നിൽക്കും. എന്താണ് ബോൺ ഹെർബ്സോ, ബയോ ആക്റ്റീവ് ഹെയർ വെയ്റ്റ് ലേസറോ? ഇതെൻ്റെ പ്രായത്തിലുള്ളവർക്ക് പറ്റുമോ? പറ്റും. കണ്ടോ, ഇത് ഞാനാണ് ഇവിടെ കൊണ്ട് വെച്ചത്. എന്നിട്ട് ചുമ്മാ എന്നെ കിടന്ന് പറഞ്ഞോണം. എന്നാൽ ഇത് ഞാൻ എടുക്കുക, നീ വേറെ വരച്ചിക്കോ. ഡി, ഞാനിതാ സുനിതേച്ചിക്ക് ഒന്നുകൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. മഴ പെയ്താൽ തുണിയെല്ലാം എടുത്ത് അകത്തിട്ടേക്കണം. ഈശ്വരാ, ആ തുണിയെല്ലാം കിടന്നു നനഞ്ഞു. എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ എടി പോയത് തുണി എടുത്തിടണോ വന്ന്? ഈശ്വര, മഴ പെയ്തായിരുന്നു. അവള് ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇതിനെ ഞാൻ ഈശ്വര ഈ മുതുക്കിയൊക്കെ എങ്ങനെ ഞാൻ തല്ലു. തുണി ഇല്ലാതെ പിന്നെ കിടന്ന് ഉണങ്ങത്തില്ല. ചുമ്മാ ഇങ്ങോട്ട് എഴുന്നേറ്റ് അടി, ഈ തേങ്ങയും തിരുമിത്താ. അവള് രാവിലെ മുതൽ അവള് ഫോണിൽ തോണ്ടിക്കൊണ്ട് നടക്കുക. അങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. വരുവാ. ആരാണോ ഒക്കെ വാതില് പോലും തുറക്കാൻ വയ്യ. അടങ്ങ് കിടന്നോണം. മീനാക്ഷി കാക്കാരെ? അതെ, യെസ്. മലയാളിയാണോ? ഇതെങ്ങോട്ടേ കയറിപ്പോ? എവിടെ നിന്നേ? അയ്യോ അമ്മ, അത് ഞാൻ ബുക്ക് ചെയ്തിട്ട് വന്നതാ അമ്മേ. തേങ്ങ തിരുമ്പണ്ടേ? 4 തേങ്ങ തിരുമ്പി തരും. 200 രൂപയുള്ളൂ. തേങ്ങ തിരുമ്പനോ? അവൾ ആളെ വിളിച്ചേക്കുന്നു. ഇന്ന് ഞാൻ ഈ സോഫ വെട്ടിക്കിരിട്ടേ ഉള്ളൂ. അവള് നേരെ വെളുക്കുമ്പോൾ അതിൽ മലന്ന് അവിടെ കിടന്നോളൂ ഫോണും തോട്ടിക്കൊണ്ട്, ഒരു പണിയും ചെയ്യാതെ. എങ്ങനെ വേണ്ട, മാങ്ങാൻ വേണ്ട, ഭഗവാനെ. വെട്ടല്ലേ, വരുവാ. നെല്ലിപ്പുളി ഫോളോ ചെയ്യാൻ മറക്കല്ലേ.